run it down. Get your money up. I put money down. All of us. I want that love. Ooh, baby, it's dangerous. Your problems are just not the same. ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു കിടിലൻ വ്ളോഗിലേക്ക് സ്വാഗതം ഗായ്സ്. ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ് ഗായ്സ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ അനുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറിയൊരു സർപ്രൈസ് ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ മോർണിംഗിൽ അവളെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇത്രയും വലിയ സർപ്രൈസ് എന്താണ് അല്ലേ ഗൈസ്. വലിയ സർപ്രൈസ് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താ വെച്ചാൽ ഞാൻ അവൾക്ക് ഇത്രയും വലിയൊരു സർപ്രൈസ് ഇതുവരെ കൊടുത്തിട്ടില്ല. എല്ലാ ബർത്ത്ഡേക്കും കൊടുക്കാറുണ്ട്, പക്ഷെ ഇത്രയും വലിയ ഒരു സർപ്രൈസ് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ സർപ്രൈസ് എന്താണെന്നല്ലേ, അതെ അതിലേക്ക് വരാം. ഞാനൊരു സ്കൂട്ടി വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ആക്സസ് ആണ്. ഇപ്പോൾ ഏകദേശം 3 മാസത്തോളമായി ഞാൻ അതിൻ്റെ പിറകെ തന്നെ ആയിരുന്നു. ഇപ്പോൾ വണ്ടി ഇപ്പോൾ കിട്ടിയത് 2 ദിവസം മുന്നെയാണ്. എന്തായാലും നാളെ രാവിലെ കൊടുക്കണം ഗൈസ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം എന്താ വെച്ചാൽ അവളെ റിയാക്ഷൻ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും അതുണ്ടെന്ന് അറിയാം. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും നിന്നൂടാ. നാളെ രാവിലെ നമുക്ക് കാണാൻ ഗൈസ്. അതിന് മുന്നേ ഇന്ന് പോയിട്ട് ഒരു ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങിക്കണം. അപ്പം അതിൻ്റെ കൂടെ ജസ്റ്റ് ഡ്രസ്സും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകാം. ഓക്കെ ഗൈസ്, ഞാനൊരു ഡ്രസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡിയോയിലാണുള്ളത്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ ഉണ്ടല്ലേ? അത് കൊള്ളാം, അത് സെറ്റാണ്. ഓ ബർത്ത്ഡേ ഗേൾ, ഹായ് ബർത്ത്ഡേ ഗേൾ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അച്ഛ പറഞ്ഞ അമ്മനോട് ഇപ്പൊ ഗൈസ് ഞങ്ങള് അമ്പലത്തിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിയാ പ്രസാദം തൃമധുരം. അപ്പം ഞങ്ങൾ ഇങ്ങനെ കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്, പക്ഷെ ഒന്നും പറ്റണില്ല. ഓൾ ഒപ്പം തന്നെ ഉണ്ടായതുകൊണ്ട് കൂടുതൽ വലിയ പ്ലാനിലേക്കൊന്നും പോകാൻ പറ്റില്ല ഗൈസ്. എന്തായാലും കൊടുക്കാൻ പോണ് ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ. நொடி போதுமே வேறென்ற வித என்று வீழ்த்தூவும் மழை என்ற இதயன்னைவ தோட்டம் பூ பூக்குதே என்று போரென்று வலிக்கின்ற யுத்தம் என்று இதயன்னைவனுக்கு எனவே പുതിയ വണ്ടി പുതിയ വണ്ടിയാ. കൺമശിയും കൊളാക്കി. ഞാൻ പറഞ്ഞില്ലേ, പ്രതീക്ഷിക്കൂലെന്ന് ഞാൻ പറഞ്ഞില്ല. പ്രതീക്ഷ അപ്പൊ വിജയിച്ചിട്ടോ ഗൈസ്. എടുക്കോ അപ്പൊ ഗൈസ് അതിനെന്താ വണ്ടി എടുക്കാൻ പോകുന്നു. ഓടിക്കാനൊന്നും അറിയില്ല. വണ്ടിയൊക്കെ എടുത്തു, ഓടിക്കാറില്ല. Thank you.
നിങ്ങൾ ഇതില് എന്താ വിചാരിക്കുന്നപ്പോ? ഞാൻ പറഞ്ഞില്ല അതാ അത് ഈ ചെറിയ വെട്ടി കൊടുത്താലേ. അപ്പൊ എന്താണ് നിങ്ങക്ക് പറയാനുള്ളത്? പറയും സന്തോഷം. വീട്ടിലായിരുന്നു. ഇങ്ങനത്തെ ഏത് പരിപാടി ഉണ്ടെങ്കിലും ആ അല്ലേ ഇപ്പൊ നമ്മള് പറഞ്ഞാവോ? അങ്ങനെ ആഗ്രഹിച്ച വണ്ടി തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റി. ഭയങ്കര സന്തോഷം. ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. എല്ലാരും ഉണ്ട്. അജു ഉണ്ട്. എന്താണ് കഴിക്കണ അജു? പൊറാട്ട. പൊറാട്ടി വണ്ടി കിട്ടി അല്ലേ? സന്തോഷമായി ചോദിച്ചോക്കെ ജി. ഞങ്ങള് കഴിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, കുറച്ച് ലഡു കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അവളെ ഷോപ്പിൽ കൊണ്ടുപോവാണ്. വണ്ടി എടുത്തതിൻ്റെ ചെലവ്. അങ്ങനെ ഷാനിക്ക വണ്ടി എടുത്തിട്ടാ? സർപ്രൈസ് അടിപൊളി. ഓ ലഡു ഉണ്ടോ? ലഡു ലഡു. അപ്പൊ ഗൈസ് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണ്. മെല്ലെ മെല്ലെ കൊടുത്താൽ മെല്ലെ കൊടുത്താൽ മെല്ലെ 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 ഇടത്തോട് മെല്ലെ മെല്ലെ കുടിച്ചോ? അച്ഛൻ മാറിക്കളാം. ബ്രേക്ക് പിടിച്ചോ, ബ്രേക്ക് പിടിച്ചോ. അങ്ങനെ ഗൈസ് അവള് പിന്നെ ആഫ്റ്റർ ലീവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോണം ഗൈസ്. ഹായ് ഗൈസ്, നമ്മളിങ്ങനെ മന്തി കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങള് വീട്ടില് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നത്, ഞങ്ങളല്ല ഞാൻ. അപ്പോൾ അത് നടന്നില്ല. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടങ്ങളായതുകൊണ്ട് നടന്നില്ല. എന്തായാലും പുറത്തുനിന്ന് കഴിക്കാൻ വിചാരിച്ച് അങ്ങനെ ഇപ്പോൾ അങ്ങനെ ഷോപ്പിൽ പോയിട്ട് എടുത്തിട്ട് വന്നതാണ്. എങ്ങനെയുണ്ട് മന്തി? എങ്ങനെയുണ്ട് മന്തി? ആ തെറ്റില്ല. അപ്പൊ എന്തായാലും ഗൈസ് ഞങ്ങൾ കഴിച്ചിട്ട് വരാം. എന്തായാലും സെറ്റായി. ഓക്കെ അല്ലേ? ഇനിയിപ്പോ എന്തായാലും നമുക്ക് കേക്ക് മുറിക്കാനുള്ള പരിപാടികൾ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കേക്ക് മുറിക്കാൻ പോകാം. അപ്പൊ ഗൈസ് ഞങ്ങള് കേക്ക് വാങ്ങിയിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്യാൻ പോണേ. ഓക്കെ, ഇല്ല Happy birthday to you. Happy birthday. Happy birthday. ക്യാമറാമാന് ഒരു കഷ്ണം. ടേസ്റ്റ് ഇട്ടത് എന്താ പരിപാടി? പോവാ കുട്ടേറിന് അനിയും കയറും. ഞാൻ നോക്കി ഇന്ന് എന്റെ ദിവസമാണ്. ഇയാണ് കയറണ്ട്. ഇനി മറൈൻ എക്സ്പോ കാണാൻ വേണ്ടിട്ട് പോവാണ്. നമ്മളെ സഭാ സ്ക്വയറിലേക്ക് അജു കയറും, അനുവിനെയും കയറ്റും. പിന്നെ ഇന്ന് എന്റെ ദിവസമാണ് അനു. മറ്റേ ഊഞ്ഞാലേ തലചുറ്റൊന്നുമില്ല. ഹൈറ്റ് ഇല്ലാതെ ഹൈറ്റ് ഇല്ലാത്ത ഊഞ്ഞാലാടണേ അതില
അതിലെല്ലാവർക്കും കൂടി കയറാം. പിന്നെ ഇജ്ജ് എന്തിനാ പോരണേ? പുറത്തുനിന്ന് ഞങ്ങൾ കേറിയിട്ട് എൻജോയ് ചെയ്തിട്ട് വരാം. മത്സ്യകന്യ കണ്ടായിരുന്നു. അതിന് ഇജ്ജ് എന്തിനാ കാണണേ? ഞങ്ങളല്ലേ പോണ്ടേ അല്ലേ? കന്യകനാണെങ്കിൽ ഓക്കെ. ആ ആര് കണ്ടാലുണ്ടോ? ഓന്റെ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കുക ആദ്യം. പിന്നെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നെക്ലസാ? എന്റെ അടുത്ത സർപ്രൈസ് നമ്പർ 2. ഒന്നുകൂടി ഒന്ന് കരയാൻ പറ്റുമോ? ഒന്നുകൂടി ഒന്ന് കരയാൻ പറ്റുമോ? ഒന്നുകൂടി ഒന്ന് കരയാൻ പറ്റുമോ പ്ലീസ്? ഇതെപ്പോ വാങ്ങിയതാ? ഒന്ന് കരഞ്ഞ്. ഇനി അത് സ്റ്റുഡിയോ ആണല്ലോ. സ്റ്റുഡിയോക്ക് ഇന്നലെ ഞങ്ങൾ പോയിട്ടല്ലോ. ഹാപ്പി അല്ലേ? ഇഷ്ടപ്പെട്ടോ? ഞാൻ ആകെ പ്രതീക്ഷിച്ചതാ ഡ്രസ്. അതാണ് ഹാപ്പി 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 അല്ലേ? ഇനി എന്താ വേണ്ടേ? ഇനി കുറച്ച് വെള്ളം. ഇപ്പൊ എന്തായാലും നമ്മളെ പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടാണ്. ചെറിയ സെലിബ്രേഷൻ. കേക്ക് ഞാൻ വലിയ ഗ്രാൻഡാക്കി കട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോ സാഹചര്യം മൂലം ചെറിയൊരു പിന്നെ ഇത് കൊടുക്കേണ്ട ഒരു പ്രഷർ കാരണം കേക്ക് കട്ടിങ്ങിന്റെ പരിപാടി ചെറുതാക്കിയതാണ്. ഓക്കെ, എന്തായാലും ഹാപ്പി അല്ലേ? ഹാപ്പി. അപ്പൊ എന്തായാലും ഞങ്ങള് നാരായണേശ്വരക്ക് പോവാണ്. അപ്പൊ ഇനി അവിടുന്ന് കിടലും കാഴ്ചകൾ കാണാൻ കഴിച്ചു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ മറൈൻ എക്സ്പോ. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് കയറി വെക്കാം. എൻട്രി ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ ഉള്ളിലേക്ക് കയറാൻ പോകുന്നു. സെറ്റല്ലേ അജ? ഇഷ്ടായോ? സെറ്റ് അല്ലേ? സെറ്റ് പറഞ്ഞ ഓ ഗൈസ്. പകലിരവുകളാം ഇരുകുതിരകളാൽ അഴകിയ നഗരത്തിരുവിധു പ്രണയം. അപ്പൊ മത്സ്യകന്യകന്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോയി കണ്ടിരിക്കുന്നത്. കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നടാ കണ്ട എക്സ്പീരിയൻസ് പറയടാ? അപ്പൊ എന്തായാലും കാണിച്ചു തരാം. ഓക്കെ, ഗൈസ് ഇവിടെ കിട്ടില്ല സാധനങ്ങളുണ്ട് ഗൈസ്. ഇതിലൊക്കെ കേറാന് എന്റെ അമ്മോ സെറ്റായിരിക്കും അല്ലേ? ഇത് കേറിയതല്ലേ? അങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്? ഞാനില്ലോ ചേരുന്നതിൽ ഒന്നിന് കയറണം. ചൂടുണ്ടാ? അങ്ങനെ ഇത് സീനാട്ടോ ഗൈസ്. അനുവിന് ഏലെങ്കിലും ഒന്ന് കേട്ടാ ഒരു പേടിയും പേടിക്കാതെ ഫുൾ സേഫ്റ്റി. ഇതിലുള്ള എല്ലാത്തിനും കണ്ടി സേഫ്റ്റിയോ? സേഫ്റ്റി കൊണ്ടല്ല പള്ളേ കാള്. ഇപ്പോൾ സേഫ്റ്റിന്റെ അല്ല ആലോചിക്കണേ, പേടിയാണ്. ഊഞ്ഞാലേ കയറാം. ഊഞ്ഞാലേ കയറാം. ഊഞ്ഞാലല്ലേ എല്ലാവർക്കും. അത് ട്രെയിൻ ഓടിക്കാൻ പോകുന്നു.
നല്ല സ്പീഡ് പോയിക്കോട്ടാ. മോനെ വെട്ടിക്കണം മുന്നിലുള്ള കേട്ടാ. ഞങ്ങൾ രണ്ടാളും നേരെ തോണിയിൽ കയറാൻ പോണു ഗൈസ്. ഓക്കെ കയറാം അല്ലേ? വർഷത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. അയ്യോ പേടിയുണ്ടോ? ചെറുതായിട്ട് പേടിക്കേണ്ട ഒരു കാര്യമില്ല. എന്നാലും പള്ളേക്കാളുണ്ട് നല്ലേ. അത് ഇതാ ഈ ഏരിയയിൽ ഞാൻ ആദ്യം ഇരിക്കാം. കാരണം അത്രയും കുത്തനെ പോകേണ്ടത്. ഞാനത് ഇരുന്ന് സെൻട്രലിൽ ഇരുന്ന് പേടിച്ചിട്ട് അറ്റത്തിരുന്നില്ലല്ലോ. പോക്കോ അവിടുന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് ഫോണ് കയ്യിൽ ഒരു പേടി. ഫോണേ അജയ ടാറ്റ. അപ്പൊ ഞങ്ങൾ പോകുന്നു. അർജുൻ സൂക്ഷിച്ചിരുന്നോളാം, വിമാനാണ്. അപ്പൊ പോവാല്ലേ? മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഉറങ്ങുന്നു. ബാക്കിയുള്ളവർ ഉറക്കം കളഞ്ഞിട്ട് നീ കിടന്ന് ഉറങ്ങുന്നു. നീ അറിഞ്ഞ ഞാൻ പെട്ടു. പോണവൻ നീ തീർന്നടാ, നീ തീർന്നു. അയ്യോ ഇത് കുഴപ്പമില്ലല്ലോ. കയ്യിലിട്ട് നേർക്കടാ നിർത്തി. ഇനി നമുക്ക് ഫ്ലൈൻ പൊക്കി തട്ടി കഴിക്കാം. ഇതുപോലത്തെ വണ്ടി നീ ഓടിച്ചിട്ടുണ്ടോ? സ്ലോവായി കയ്യൊക്കെ വർക്കണേ. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. അതെ നീയാണ്. അതെ ഞാനാണ്. വെടിക്കെട്ടത്ര പോരാ, എന്നാലും അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്രൻ. മോനെ കയ്യിലെ ടങ്ങി മേലാൽക്കത്തില്ല. മോനെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നതാ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ഗൈസ്. ഇനി പോകാനുള്ള പരിപാടിയിലാണ്. ഇടത്തോട് പോലും കിളിപ്പാട്ടു തേനായി തുളിക്കുമി നാട്ടിൽ കരിക്കാടി പോലും തങ്കവും കൊണ്ട് പോകുന്നു. അപ്പൊ ഗൈസ്, അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ